സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആയുസ്സിന്റെ ആദ്യ പാദം മുഴുവൻ ചെലവഴിച്ച് തീവ്ര ശിക്ഷണത്തിലും കഠിന സാധനയിലും അഭ്യസിച്ചിരുന്ന പാരമ്പര്യ കലകൾ ക്ഷേത്രാങ്കണങ്ങളിൽ നിന്ന് അനുഷ്ഠാനാംശം നഷ്ടപ്പെട്ട് വർദ്ധിച്ച വ്യാപാര മൂല്യത്തോടെ നാടകശാലകളിൽ എത്തിയപ്പോൾ കൂടുതൽ ജനപ്രിയമായി തീർന്നുവെങ്കിലും അവ ശാസ്ത്രീയമായി അപൂർണമാവുകയും കലാപരമായി വിട്ടുവീഴ്ചകൾക്ക് വിധേയമാവുകയും ചെയ്തു. അവയുടെ അഭ്യസനവും അധ്യയനവും താരതമ്യേന ആയാസം കുറഞ്ഞതായി തീർന്നു. ഗുരുവും ശിഷ്യരും പരസ്പരം അകന്നു. ചെണ്ടയും മദ്ദളവും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പും കുഴലും 2 മാസം കൊണ്ട് പഠിച്ച് അരങ്ങേറാമെന്നായി. എന്നാൽ അതങ്ങനെയല്ല വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഗുരുക്കന്മാരും ശിഷ്യരും അപൂർവമെങ്കിലും ഇപ്പോഴുമുണ്ട്. അവരിലൊരാളാണ് വേറിട്ട കാഴ്ചകളിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ചെണ്ട കലാകാരനും അധ്യാപകനുമായ ബാബു ഇരിഞ്ഞപ്രം. എൻ്റെ തറവാടിൻ്റെ ഊരായ്മയിലുള്ള ക്ഷേത്രമാണ് കൊച്ചനാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലത്തെ അടിയന്തര ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മാവനാണെന്ന് അന്നത്തെ ഊരാളൻ. അദ്ദേഹത്തിൻ്റെ കൂടെ അമ്പലത്തിൽ പോവുകയും അവിടുത്തെ വാദ്യവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിനോടൊരു താല്പര്യം കുട്ടിക്കാലം മുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടി പഠിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ചൗലൂർ മോഹൻ്റെ ശിക്ഷണത്തിൽ പഠനം ആരംഭിക്കുകയാണുണ്ടായത്. ആ കൊല്ലത്തിൽ തന്നെ 88 തന്നെയാണ് ചൗലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചിട്ട് അരങ്ങേറ്റം നടന്നത്. ഒരു കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ചൗലൂർ മോഹൻ്റെ കീഴിൽ അഭ്യസിക്കുകയും ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മോഹൻ്റെ ഉപദേശപ്രകാരം മോഹനൻ പറഞ്ഞിട്ടാണ് വാദ്യകുലപതി ആയിട്ടുള്ള കല്ലൂർ രാമൻകുട്ടിമാരുടെ അടുത്തേക്ക് ഞാൻ അന്ന് പഠിക്കാൻ പോണത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു 3 കൊല്ലത്തെ അഭ്യാസം കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൊട്ടിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഞങ്ങൾക്ക് സാധകം എന്ന് പറയും, ഉദ്ദേശിച്ച പോലെ കൈ വഴങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളൊരു അതിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്കുണ്ടായില്ല. ഗുരുനാഥന്മാരുടെ അടുത്തുനിന്നൊരു അഭിപ്രായം വന്നു, പ്രായം മുതിർന്നതുകൊണ്ട് ഇതൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഒരു 12-13 വയസ്സോട് കൂടിയിട്ട് സാധകക്കാലം കഴിയണം, ആ കാലഘട്ടത്തിൽ സാധിക്കാതെ ഈ പ്രായത്തിലാണ് പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാണ്ടൊന്നും പ്രതീക്ഷിക്കാനുള്ള വകയില്ല എന്നൊരു അഭിപ്രായം ഗുരുനാഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മുതിർന്നവർക്ക് എന്തുകൊണ്ട് സാധകഫലം കിട്ടില്ല അല്ലെങ്കിൽ കൊട്ടാൻ സാധിക്കില്ല എന്നുള്ളൊരു പരീക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്യാനുണ്ടായത്. അതാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതത്തിലത്തെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റ്. അവിടുന്ന് പിന്നെയും 4-5 വർഷം തുടർച്ചയായിട്ട് അഭ്യസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. മനസ്സ് മടുത്ത് ഞാൻ നാട് വിട്ടുപോയി. കുറേ കാലം ബോംബെയിലും ഗൾഫിലും ഒക്കെ ആയിട്ടുള്ള ജീവിതങ്ങളുണ്ടായി. അവിടുത്തെ തണുപ്പ് കാലത്ത് എല്ലാവരും ജോലിക്ക് പോയാൽ കമ്പിളിപ്പുതപ്പ് മടക്കിയിട്ടിട്ട് ചപ്പാത്തിക്കോലുകൊണ്ട് സാധനം ചെയ്യാൻ തുടങ്ങി. അന്നാണ് എനിക്ക് ഒന്നും കൂടി ഇത് പ്രാക്ടീസ് ചെയ്യണം, ഒന്നും കൂടി ഇതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് തോന്നിയിട്ട് പിന്നെ അവിടുന്ന് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നിട്ട് രണ്ടാമത് ഇവിടെ വന്നിട്ട് അഭ്യാസം തുടങ്ങുകയാണ്. നിലാഭ്യാസം ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്. അത് വേണം, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ചൗലൂർ മോഹനെയും കല്ലൂർ രാമൻകുട്ടിയാശാനെ സമീപിക്കുകയാണ്. നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൗലൂർ അമ്പലത്തിൽ വന്നിട്ടാണ് ഞങ്ങളതിൻ്റെ അഭ്യാസം ചെയ്തത്. 2 കൊല്ലം നിലാഭ്യാസം ചെയ്തു. 1 കൊല്ലം ചൗലൂർ അമ്പലത്തിലും 2ാമത്തെ കൊല്ലം ഈശ്വരമംഗലം ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെയും ഈ നിലാഭ്യാസം ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 5-8 കൊല്ലം തുടർച്ചയായിട്ടുള്ള നിരന്തര അഭ്യാസം, ഒരു 4-5 കൊല്ലം വെള്ളാർക്കാട് ശ്രീരാമക്ഷേത്രത്തിൽ അഭ്യാസം ഉണ്ടായി. ആ അഭ്യാസങ്ങളാണ് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിട്ട് വന്നത്. ഞങ്ങളുടെ വീട്ടിലാരും കൊട്ടു പഠിച്ചവരില്ല. അച്ഛൻ്റെ വീട്ടിലും ഇല്ല, അമ്മയുടെ വീട്ടിലും ഇല്ല, ആരും കൊട്ടു പഠിച്ചവരില്ല. ഇവരൊരു ഇത് തോന്നി പഠിക്കണമെന്ന് പറഞ്ഞു, പോയി പഠിച്ചു. വീട്ടിലുള്ളവരൊക്കെ കുറച്ച് എതിർപ്പാണ് അതിന്, പോണ്ടെന്ന് പറയായിരുന്നു. ഞാനൊന്നും പറയാറില്ല. +2 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെണ്ട എന്നുള്ളതിലേക്ക് കൂടുതൽ ഇറങ്ങി കണ്ടത്. ആദ്യം ഞങ്ങൾക്ക് അതിനോടൊരു മുഴുവൻ അടുക്കാൻ ചോദിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അവൻ്റെ കലാവാസന കണ്ടപ്പോൾ പിന്നെ തരക്കേടില്ല, നന്നായി ചെയ്യുന്നു. ആശാമൊരു അഭിപ്രായം കിട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്.
മർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന പെരിങ്ങോട് പുളിയമ്പറ്റ ദാമോദരൻ നായരുടെയും ഗുരുവായൂർ ഇരിങ്ങപ്രം പുളിക്കഴതേരിൽ ലീലാവതി അമ്മ ടീച്ചറുടെയും മകൻ ബാബുവിന് മേളകലയുടെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. അമ്മ തറവാടിൻ്റെ ഊരായ്മയിലുള്ള ക്ഷേത്രവാദ്യ വിശേഷങ്ങളിലേക്ക് സ്വമേധയാ ആകൃഷ്ടനാവുകയായിരുന്നു. പഠനം പതിവിലും വൈകിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കൈകൾ വീണ്ടും വണ്ണം വഴങ്ങാൻ കൂട്ടാക്കിയില്ല. അഭ്യസനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഈ കഠിനാധ്വാനി സ്ഥിതപ്രജ്ഞനുമായിരുന്നു. ശാസ്ത്രബോധത്തിൻ്റെ ഉൾക്കരുത്തോടെ സ്വന്തം കൈകളെ മേളപ്പെരുക്കത്തിലേക്ക് മെരുക്കിയെടുക്കുക തന്നെ ചെയ്തു. അന്തരിച്ച വാദ്യകുലപതി പല്ലാവൂർ അപ്പുമരാർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഞാനും ഗുരുനാഥൻ്റെ മകനായിട്ടുള്ള കല്ലൂർ ഉണ്ണീഷനും കൂടിയിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വച്ചിട്ട് ഇപ്പം നിലവിലുള്ള തായമ്പകയിലത്തെ പഞ്ചാരി എന്ന് പറയുന്ന കൂറ് കൊട്ടുന്നത് തെറ്റാണെന്നും അത് പഞ്ചാരി താളത്തിലല്ല കൊട്ടുന്നത്, അതിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മരണശയ്യയിൽ കിടന്നിട്ടാണ് അതിനെ പറ്റിയിട്ട് വ്യാഖ്യാനിച്ച് തരുന്നത്. എന്നിട്ട് അദ്ദേഹം ശരിക്ക് കൊട്ടേണ്ട പഞ്ചാരിക്കൂറ് ഇന്ന രീതിയിലാണ്, അത് ഇന്ന് കേളി കൊട്ടുമ്പോൾ മദ്ദളക്കാർ കൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ കൊല്ലത്തിൽ തന്നെ എറണാകുളം ചുറ്റൂർ ഉത്സവത്തിന് ഞാനും ഉണ്ണീഷനും കൂടിയിട്ട് അപ്പാശാൻ പറഞ്ഞു തന്നിട്ടുള്ള പഞ്ചാരിക്കൂറ് കൊട്ടുണ്ടായി. അവിടെ നിങ്ങട് ഇനി വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യുന്നത് മുഴുവൻ ശരിയാണോ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയതാണ്. അഞ്ചടന്ത കൂറ് കൊട്ടാനുണ്ടായ കാരണം അഞ്ചടന്ത താളവും ചെമ്പട താളവും ഒന്നാണ് എന്ന് പണ്ഡിതന്മാർ ഇത് രണ്ടും ഒന്നാണ് എന്നൊരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ അതിൻ്റെ രണ്ട് താളങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു. അതിനെ പറ്റിയിട്ട് പല സംശയങ്ങളുണ്ടായിരുന്നു, പലരോട് ചോദിച്ചറിഞ്ഞു. അങ്ങനെ അതിലത്തെ തെറ്റുകൾ തിരുത്തി കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അത് രണ്ടും രണ്ട് താളം തന്നെയാണ്. അഞ്ചടന്ത വേറെയാണ്, ചെമ്പട വേറെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗം ചെമ്പട താളത്തിലുള്ള തായമ്പകയിലത്തെ പതികാലം കൊട്ടിക്കഴിഞ്ഞാൽ അഞ്ചടന്ത താളത്തിലുള്ള കൂറ് കൊട്ടുക. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ വ്യത്യസ്തത അനുഭവിക്കാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ഉണ്ടായത്. കേരളീയ വാദ്യങ്ങൾ മുഴുവൻ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ചിട്ടവട്ടം കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലാവുക, അതിനെ ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ വ്യത്യസ്തതകളൊന്നും മനസ്സിലാവില്ല. നിലവിലുള്ള മേളങ്ങൾ, ഒരു 7 മേളങ്ങൾ നിലവിലുള്ളതിൽ 6 ഉത്സവ മേളങ്ങളായിട്ടാണ് കൊട്ടുന്നത്. ഈ 6 കൊട്ടുന്നത് കേട്ടാൽ ഒരുപോലെയാണ്. ഏത് മേളം കേട്ടാലും പഞ്ചാരി മേളം എന്നാണ് പറയുക. അതിൻ്റെ താള സംവിധാനങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവുള്ളൂ. പക്ഷേ ആസ്വദിക്കാൻ സാധിക്കും. എൻ്റെ കണക്ക് മുഴുക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ബാബു മാത്രമേ എടുത്തിട്ടുള്ളൂ ശിഷ്യന്മാരിൽ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് അയാൾക്കത് പഠിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണല്ലോ അയാളത് എടുത്തത്. ആ ഒരു കണക്കിൻ്റെ സമ്പ്രദായം അയാളുടെ അടുത്തുണ്ട്. കല്ലൂരാശാൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത്, അതുപോലെ ചൗലൂർ മോൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സാധകഫലം നല്ലോണമുണ്ട്. എനിക്കത് കൊട്ടാൻ പറ്റാത്തൊരവസ്ഥയും. എന്നിട്ട് ഞാൻ അവർക്ക് താളം പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആശാന്മാർ പറഞ്ഞു കൊടുക്കുന്ന ആ വായ്ത്താരികൾ അതെങ്ങനെയാണ് താളത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആ താളത്തിൻ്റെ ഘടന എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ താളം പിടിക്കാനുള്ള ഒരാളായിട്ട് നിയോഗിക്കപ്പെട്ടതുകൊണ്ട് എനിക്കത് വേഗം മനസ്സിലായി. അപ്പോൾ താളത്തിൻ്റെ നിഗൂഢതകളെ പറ്റിയിട്ടുള്ളൊരു ചിന്ത അങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. കേരളീയ താളങ്ങളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ, അതല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയാൻ എന്താണ് മാർഗം എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കേരളീയ താളങ്ങളും താളവാദ്യങ്ങളും ഒരു സ്ഥലത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഉള്ളൊരവസരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ നിയോഗം ആയിരിക്കാം. ഇത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന കലാകാരന്മാരെ അവരവരുടെ കാലഘട്ടത്തിൽ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്
എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിപ്പിക്കൽ ഒരു പ്രധാന വിഷയമായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ കേരളീയ മേള കലകളൊക്കെ സ്വാഭാവികമായിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ കൊട്ടുന്നത് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനൊരു സമ്പ്രദായമാണ്. അപ്പോൾ അത് കൊട്ടുന്നത് ഇങ്ങനെ മാത്രം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഈ സാങ്കേതികമായുള്ള പല പ്രശ്നങ്ങളിലും തകരാറുകളോ അല്ലെങ്കിൽ പിഴവുകളോ ഒക്കെ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെയധികം ഒരു ഭദ്രമായുള്ള ഒരു ചട്ടക്കൂട് ഈ മേളകലകൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അത് മനസ്സിലാക്കാതെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അത് പാടില്ല. അതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ബാബു മേളം എന്നുള്ള ഈ കലകളെ പറ്റിയിട്ട് തലമുടി കീറുന്ന ആ ഒരു അത്രയും സൂക്ഷ്മമായിട്ട് കീറി അതിനെ പറ്റിയിട്ട് വ്യക്തമായി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഷയാണ് ഞാൻ കണ്ടത്. എനിക്കത് വളരെയധികം ഉള്ളു തട്ടി വളരെയധികം സന്തോഷം തോന്നി. ഞാനത് അദ്ദേഹത്തിനോടത് പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മേളകലകളുടെ സാങ്കേതിക തികവിനെ ചൊല്ലിയുള്ള സംവാദങ്ങളിലും വിദ്വൽ സദസ്സുകളിലും കടന്നിരിക്കാൻ ഒട്ടും വൈമുഖ്യമില്ലാത്ത ഈ കലാകാരൻ താളവ്യവസ്ഥയിൽ നിലനിൽക്കുന്ന പല അബദ്ധധാരണകളും തുറന്നു കാട്ടുന്നുണ്ട്. സൂക്ഷ്മമായ നിരീക്ഷണ പാഠവും ശ്രവ്യശേഷിയും കൊണ്ട് മാത്രം സാധ്യമാവുന്നതാണ് ഈ കണ്ടെത്തലുകൾ. ഫാസ്റ്റ് ഫുഡിന്റെ വേഗതയിൽ ഇപ്പോൾ വേദികളിൽ വിളമ്പുന്ന നൂതന സമ്പ്രദായങ്ങൾക്കൊന്നും ശാസ്ത്രത്തിന്റെ അടിത്തറയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ബാബു, പക്ഷേ പല മേള രീതികളിലും പുതുമകൾ നിറഞ്ഞ ധാരാളം ക്രമീകരണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിന് ചില നിയോഗങ്ങളുണ്ട്. ഇന്നിപ്പോൾ തായമ്പക രംഗത്തായാലും മേള രംഗത്തായാലും അനവധി ആൾക്കാർ പഠിച്ച് അരങ്ങേറ്റം അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ പ്രൊഫഷണൽ തായമ്പകക്കാരായി അല്ലെങ്കിൽ പ്രൊഫഷണൽ മേളക്കാരായി എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പഠനം നടത്താനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാനോ ഉള്ള മേഖലയിലേക്ക് ആരും വരുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോയത്. കാരണം അപ്പുറത്തുള്ള കോമ്പറ്റീഷനൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ഇതുകൊണ്ടുണ്ടാകുന്നൊരു നഷ്ടം എനിക്കറിയാം എന്താണ് നഷ്ടം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ പണവും പ്രശസ്തിയും കുറച്ച് കുറയും. പക്ഷേ ഞാൻ കാണുന്നത് വരും തലമുറയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. ബാബുവിൻ്റെ ശിഷ്യന്മാരിലെല്ലാവരും ഇന്ന് കേമന്മാരാണ്. നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ശിഷ്യനാണ് ബാബു. പക്ഷേ ബാബുവിൻ്റെ ശിഷ്യന്മാരെ വെച്ചാൽ കുറച്ചുകൂടി ഗംഭീരമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് സമൂഹത്തിലേക്ക് എല്ലാവർക്കും നല്ല പേരുള്ള കലാകാരന്മാരായിട്ടാണ് ഇന്നിപ്പോൾ അവർ നിലനിന്ന് പോകുന്നത്. ഗുരുകുല സമ്പ്രദായപ്രകാരം ഉള്ള അഭ്യാസം ആണെങ്കിൽ ചിങ്ങമാസം വരെയുള്ള 3 മാസക്കാലം തുടർച്ചയായിട്ട് ഗുരുനാഥൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രവൃത്തി ചെയ്യുന്ന കാലഘട്ടം മുഴുവനും ഗുരുനാഥൻ്റെ കൂടെ തന്നെയാണ് ഇനി. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഒരു പരിധിവരെ ഗുരുനാഥന്മാരോടുള്ള ഭക്തി, ബഹുമാനം, ഭയം, ഇത് മൂന്നും ഈ അഭ്യാസത്തിനെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളിൽ വരെ കുട്ടികളെല്ലാവരും കൂട്ടമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഗുരുനാഥന്മാരായിട്ടുള്ള സമ്പർക്കമില്ല. ഗുരുനാഥന്മാർ ദിവസേന കാലത്ത് ഓരോ ക്യാപ്സ്യൂളും കൊണ്ടുവരും. ഈ ക്യാപ്സ്യൂള് കുട്ടികൾക്ക് കൊടുക്കും. അത് കുട്ടികൾ ഉച്ചയാകുമ്പോഴേക്കും അത് വിഴുങ്ങും. അവരുടെ പഠനം കഴിഞ്ഞു. അപ്പോൾ കലയുടെ ഒരു ലോകം തിരിച്ചറിയാനുള്ളൊരവസരം ഇന്നത്തെ ആധുനിക കലാ പഠന രീതികൾക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അധ്യാപനം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കഴിവ്. ഒരു വസ്തുനിശ്ചയില്ലാത്തൊരു ചെറിയ കുട്ടിയെ പോലും വളരെ നല്ലൊരു കലാകാരനാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആ കുട്ടികൾക്ക് അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ള ഒരു 30ഓളം കുട്ടികളുടെ അരങ്ങേറ്റം ഈ കാലത്തിനുള്ളിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഒരു മേളായാൽ മേളത്തിൻ്റെ കണക്ക് കാര്യങ്ങൾ അടിസ്ഥാനം ഇതൊക്കെ പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാളാണ് ബാബുവേട്ടൻ. അപ്പോൾ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ബാബുവേട്ടൻ്റെ കൂടെ കൂടിയിട്ട് തന്നെയാണ് ഓരോ മേളങ്ങളും പഠിച്ചിട്ടുള്ളത്. പിന്നെ നടകളെ സംബന്ധിച്ചിട്ടാണ് ഓരോന്നും മാറ്റിയെടുക്കാറുള്ളത്. പ്രാധാന്യം കൊടുക്കാറ് അതിനാണ്. ഈ തായമ്പയിലുള്ള ഇപ്പോൾ പതികാലത്തിലായാലും കൂറിലായാലും ഏതിലായാലും നടകളെ ബന്ധപ്പെട്ടിട്ടാണ് ബാബുവേട്ടൻ ഓരോന്ന് ചെയ്യാറുള്ളത്. ക്ഷേത്രകലയും കുലത്തൊഴിലുമായി ഗണിക്കപ്പെട്ടതുകൊണ്ടാണ് വാദ്യകലകൾ നശിക്കാതെ നിലനിന്നത് എങ്കിലും അതേ കാരണം കൊണ്ടുതന്നെ ശാസ്ത്ര ഗവേഷകരുടെയും ചിന്തകരുടെയും പരിശോധനയ്ക്ക് വിധേയമാവാനോ കാലാകാലങ്ങളിൽ വന്നുചേരുന്ന തെറ്റുകൾ അപ്പോൾ തിരുത്തപ്പെടാനോ ഈ കലകൾക്ക് നിയോഗമുണ്ടായില്ല എന്ന് ബാബു പറയുന്നു. കണിശമായ വർണ്ണവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കടന്ന് കലർപ്പില്ലാത്ത കലയുടെ വിശാല വെളിച്ചത്തിൽ അന്ധവിശ്വാസങ്ങളുടെ അകമ്പടിയില്ലാതെ പരിശോധിക്കപ്പെടുമ്പോഴാണ് താളവും താളപ്പിഴകളും തിരിച്ചറിയാനും നവീന രീതികൾ തെറ്റില്ലാതെ വിന്യസിക്കപ്പെടാനും സാധ്യമാവുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ വെച്ചാൽ, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരു അരങ്ങേറ്റത്തായമ്പ ഒരു കുട്ടി കൊട്ടുന്നുണ്ടെങ്കിൽ ആ അരങ്ങേറ്റത്തായമ്പയിൽ എനിക്ക് പഠിക്കാനുള്ളതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് ഇന്നത്തെ ചക്രവർത്തിമാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ള കലാകാരന്മാർ പ്രവർത്തിക്കുന്നത് വരെയും എല്ലാം ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്, ആസ്വദിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും തുടർന്നു വരുന്ന എൻ്റെ പരിശീലനത്തിന് ഇടയിൽ ഉണ്ടാകുന്ന ചില തോന്നലുകൾ, ഇന്ന കാര്യം ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ നമുക്ക് പുതിയ പുതിയ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവാനും അതിനെ പുതിയ രീതികളിൽ ആവിഷ്കരിക്കാനും സാധിക്കുന്നത് നിത്യാഭ്യാസത്തിൽ കൂടെയാണ്. മാത്രമല്ല, നിത്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ ഉപകരണം നമ്മൾ പറയുന്നത് കേൾക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ശിഷ്യന്മാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു 6-7 വയസ്സായി കഴിഞ്ഞാൽ പുളിമുട്ടി എടുത്തിട്ട് പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. അതിൻ്റെ കാരണം അന്ന് കുലത്തൊഴിൽ തന്നെയാണ് അവരുടെ ഉപജീവനമാർഗമായിട്ട് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം അത് മാറിയ സ്ഥിതിക്ക് അങ്ങനെ ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടിയുടെ കയ്യിൽ പുളിമുട്ടി എടുത്ത് കൊടുത്ത് ചെണ്ട അഭ്യസിക്കേണ്ട ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ വേണ്ടത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും ഈ പ്രവൃത്തി തനിക്ക് പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പഠിപ്പിക്കേണ്ടത് എൻ്റെ പക്ഷം. കാരണം ഇന്ന് ഇതൊരു കലയാണ്, കുലത്തൊഴിലല്ല. ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെ പരിശീലിച്ചും പ്രയോഗിച്ചും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമറിഞ്ഞും നിലനിന്നു പോരുമ്പോഴും നെല്ലും പതിരും തിരിച്ചറിയാൻ ഉതകുന്ന ഒരു ആധികാരിക പാഠപുസ്തകത്തിൻ്റെ അഭാവം ഈ അധ്യാപകന് അനുഭവപ്പെടുന്നുണ്ട്. വാദ്യകുലപതികളുടെയും ജ്ഞാനികളായ ശിഷ്യഗണത്തിൻ്റെയും സഹായത്തോടെ ഒരു മേള ശബ്ദകോശവും ഒരു ശാസ്ത്രീയ പാഠ്യപദ്ധതിയും എന്താണ് എന്നും എന്തല്ല എന്നും വിശദീകരിക്കുന്ന ഒരു താളപാണിനീയവും തയ്യാറാക്കേണ്ടത് ഈ കലയുടെ ചട്ടക്കൂടിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ്. ഇപ്പൊ കൂന് മുളയ്ക്കുന്നത് പോലെ എല്ലാ ഗ്രാമങ്ങളിലും കൊട്ടുപഠിപ്പിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് നിലനിൽക്കുന്നതിൽ ഭൂരിപക്ഷവും ഗുരുനാഥന്മാരുടെ വർഷക്കാലത്തെ വരുമാനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അവരവരുടെ സാമ്പത്തിക ആഗമനത്തിന് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത രക്ഷിതാക്കളെ ഉപയോഗിച്ച് അവരുടെ പണം അപഹരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൃത്തിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന ആൾക്കാരെ മാത്രം സമീപിച്ചിട്ട് കൊട്ടു പഠിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. കല്ലിൽ നിന്ന് കല്ലിലേക്കാണ് ആദ്യം വിദ്യ പകർന്നു കൊടുത്തിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മുഖതാവിലായി. എൻ്റെ അഭിപ്രായം അതും പോരാ, ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഈ സമ്പ്രദായം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തണം. അതെത്തണമെങ്കിൽ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഒരുപാട് മേലെ ഇരിക്കുന്ന ഒരാളും ശിഷ്യൻ ഒരുപാട് താഴെ ഇരിക്കുന്ന ഒരാളും എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറണം. ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സല്ലപിച്ചുകൊണ്ട് ഒരു വിഷയത്തിനോട് അഭിമുഖീകരിക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സ് തമ്മിൽ അറിയാൻ കഴിയും. അപ്പോൾ അതിലുണ്ടാകുന്നൊരു വിഷയം എന്താ വെച്ചാൽ,
ആ ഗുരുനാഥൻ ശിഷ്യന് ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അതായത് ആ ശിഷ്യൻ്റെ വളർച്ച ഏത് ഘട്ടത്തിൽ നിൽക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് ഗുരുനാഥന് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ആ ഗുരുവിൻ്റെ മൂല്യം ഏതെല്ലാം വിഷയങ്ങളിലാണെന്ന് അറിഞ്ഞിട്ടാണ് ആ ശിഷ്യൻ കേൾക്കാനിരിക്കുന്നത്. അപ്പോൾ ഗുരുവിലുള്ള തത്വങ്ങളുടെ മൂല്യം എന്താണെന്നുള്ള ശിഷ്യന് ഒരു പരിധി വരെ അറിഞ്ഞിരിക്കും. ഇനി അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കലയുടെ പഠന പദ്ധതികൾ വിവർത്തനം ചെയ്യപ്പെട്ടാലാണ് ഇത് ഒരു ക്ലാസിക്കൽ കലയായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.